ഞാൻ ഇപ്പോൾ ക്രിസ്ത ശിഷ്യ ആശ്രമ തടാകത്തിൽ താമസിച്ച് പ്രവർത്തിക്കുന്നു. 1936 ഐറിഷുകാരനായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ ബിഷപ്പ് ഡോക്ടർ പക്കൻഹാം വാൽഷും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെയായ ക്ലാര പക്കൻഹാം വാൽഷും ചേർന്ന് കോയമ്പത്തൂരിലെ തടാകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിക്കുകയും ആ ആശ്രമം വിവാഹിതരായ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും കൂടെയുള്ള ഒരു ആശ്രമമായിരുന്നു. അദ്ദേഹം വിവാഹിതനായിരുന്നു. അങ്ങനെ വിവാഹിതരായവർക്കും ആശ്രമത്തിൽ പ്രവർത്തിക്കാം എന്ന് കാണിച്ചു കൊടുക്കുവാനും ഒപ്പം പാവങ്ങളെ സംരക്ഷിക്കുന്ന പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാപരിശുദ്ധനായ ഒരു വ്യക്തി എന്ന് പറയുന്നതിനപ്പുറം ഒരു ബിഷപ്പായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ സഭയുടെ ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ വളരെ ലാളിത്യവും അതുപോലെ തന്നെ വളരെ വിനയവും ക്ഷമയും പ്രാർത്ഥനയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതിന് ഉത്തമ മാതൃകകളാണ് തടാകം ആശ്രമത്തിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. കാരണം ആ പ്രദേശത്തുള്ള പാവപ്പെട്ടവരെ പോയി കണ്ട് അവരെ കാണുകയും അവർ രോഗികളായിരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് തടാകം ആശ്രമത്തിലാണ്. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു: എന്നെ സാധാരണക്കാരനെ പോലെ ഒരു പായ്ക്കകത്ത്, ഞാൻ മരിക്കുമ്പോൾ ഒരു പായ്ക്കകത്ത് എന്നെ ചുരുട്ടി കിടത്തി അടക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ പ്രകാരമാണ് ആശ്രമത്തിൽ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. സാധാരണ ബിഷപ്പുമാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരുത്തിയാണ് അടക്കാറുള്ളത്. അദ്ദേഹത്തെ സാധാരണക്കാരനെ പോലെ കിടത്തിയാണ് അടക്കിയിരിക്കുന്നത്. ആ പരിശുദ്ധ പുണ്യഭൂമി എന്ന് പറയാം. അനേകായിരങ്ങൾ വന്ന് അവിടെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു പോരുന്നു. എനിക്കും അവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഒരു അവസരം തന്നു. ഞാനും വിവാഹിതനായ ഒരു വൈദികനാണ്. ഞാനും മനസ്സിലാക്കുന്ന ഒരു വിവാഹിതനായ ഒരു വൈദികൻ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു ആശ്രമത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയത് ആദ്യം തന്നെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ കാര്യം ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ചെറുപ്പകാലം എടേരിക്കപ്പുഴ, മണിമലയ്ക്കടുത്തുള്ള എടേരിക്കപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് കടേനിക്കാട്, കോട്ടയം ജില്ലയിലെ ആ കടേനിക്കാട് സ്കൂളിലാണ് 1 മുതൽ 4 വരെ ഞാൻ പഠിച്ചത്. അതിനുശേഷം സാധാരണ ആ സ്കൂളിൽ നിന്ന് പഠിച്ച് ജയിക്കുന്നവരെ സാധാരണ അവിടുത്തെ ടീച്ചർമാർ തന്നെ പറയും, നെടുങ്കുന്നം സെൻറ്റ് ജോൺസിൽ പോയി പഠിക്കണം എന്ന് പറയും. അപ്പം അതനുസരിച്ച് ഞാൻ നെടുങ്കുന്നം സെൻറ്റ് ജോൺസിൽ പോകാനായിട്ട് താല്പര്യപ്പെട്ടു. എൻ്റെ മാതാപിതാക്കളും അതിനുവേണ്ടി ഒരുങ്ങി. അവരുടെ ആണല്ലോ ഏറ്റവും വലിയ ശ്രമം എന്ന് പറയുന്നത്. മക്കൾ ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളൊന്നും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് തീരുമാനങ്ങളില്ല. മാതാപിതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് ഞാൻ നെടുങ്കുന്നം സെൻറ്റ് ജോൺസിൽ പഠിക്കാനായിട്ട് പോവുകയുണ്ടായി. അവിടെ വലിയ അനുഭവമായിരുന്നു. നെടുങ്കുന്നം സെൻറ്റ് ജോൺസ് സ്കൂളെന്ന് പറഞ്ഞാൽ അന്നത്തെ എനിക്ക് തോന്നുന്നു 100% SLCക്ക് വിജയം ലഭിക്കുന്ന സ്കൂളായിരുന്നു സെൻറ്റ് ജോൺസ്
ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂൾ നെടുങ്കുന്നം. ഏത് വർഷമാണെന്ന് അച്ഛൻ ഓർമ്മയുണ്ടോ? ഞാൻ 1985 കാലഘട്ടത്തിലാണ് സെൻറ്റ് ജോൺസിൽ 5ാം ക്ലാസ്സിലേക്ക് ഞാൻ സെൻറ്റ് ജോൺസിൽ അച്ഛന് 10 വയസ്സേ ഉള്ളൂ. 10 വയസ്സേ ഉള്ളൂ. അന്ന് ഇതുപോലെയല്ല, 10 വയസ്സുള്ള തന്നെ അവിടുന്ന് 2-3 കിലോമീറ്റർ നടന്നു വന്ന് എടേരിക്കപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നടന്ന് ബസ്സിൽ കയറി നെടുങ്കുന്നത്ത് പോയി ഇറങ്ങി. അങ്ങനെയാണ് പള്ളിപ്പടിയിൽ ഇറങ്ങും. അങ്ങനെയാണ് സെൻറ്റ് ജോൺസിൽ പഠിച്ചത്. ആയിക്കോട്ടെ. ആ കാലത്ത് ഏതെങ്കിലും അധ്യാപകരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കൂടെ പഠിച്ച ഓർക്കുന്നുണ്ട്. അന്നത്തെ HM ആയിരുന്ന മാത്യു സാറ് വളരെ സ്ട്രിക്റ്റും വളരെ വളരെ നല്ല. സാറിന് അവാർഡ് കിട്ടിയത് സാറാണോ? അവാർഡ് കിട്ടിയത് എനിക്കൊരു സംശയമുണ്ട്. ആ സാറിനാണെന്ന് തോന്നുന്നു. സാറ് HM ആയിട്ടിരുന്ന സമയത്ത് 100% വിജയമാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ബയോളജി പഠിപ്പിച്ച ഒരു ഫിലിപ്പ് സാറിനെ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പല സാറുമാർ നല്ല വളരെ നല്ല OM മാത്യു സാറ്, അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ പരിശീലനം ലഭിക്കുവാനായിട്ട് ഇടയായി. അതിനപ്പുറമായിട്ട് അവിടെ ഒരു ചർച്ച ഉണ്ടല്ലോ, സെൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച്. അവിടെ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ പോയി പ്രാർത്ഥിക്കാനും ഒരു മനോഹരമായിട്ടുള്ള ഒരു ചർച്ചാണ്. അതിനുള്ളിൽ റോഡ് ക്രോസ് ചെയ്ത് അല്പം മുകളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയാണ്. നമുക്ക് എപ്പോഴെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ അതിൻ്റെ ആ പള്ളിക്കുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പഴയ കല്ലുകളൊക്കെ കൊണ്ട് പഴയ രീതിയിൽ നിർമ്മിച്ച ആ ചർച്ച് വളരെ മനോഹരമാണ്. വലിയ പള്ളിയാണ്. ആ പ്രദേശത്ത് ആദ്യം പണിത പള്ളികളിലൊന്നാണ്. ആയിരിക്കാം. അതെ അതെ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ അച്ഛനോട് ചോദിച്ചാൽ, അച്ഛൻ ഓർത്തഡോക്സ് സഭ വിശ്വാസിയല്ലേ? ഈ നെടുങ്കുന്നം സെൻറ്റ് ജോൺസിൽ വന്ന് പഠിച്ച സമയത്ത് അച്ഛന് എന്തെങ്കിലും നന്നായിട്ടോ നെഗറ്റീവായിട്ടോ എന്തെങ്കിലും അനുഭവം ആ കാലത്ത് ഉണ്ടായതായിട്ട് ഓർമ്മയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് ഒരു അനുഭവം ഇല്ല. അങ്ങനെ നെഗറ്റീവ് അനുഭവങ്ങളില്ല. കാത്തലിക്സ് ആൾക്കാരായിരുന്നു കൂടുതലെങ്കിലും ഞങ്ങൾ വളരെ കുറച്ച് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാലും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അവരാരും വേർതിരിച്ച് ഒരിക്കലും നിർത്തിയിട്ടില്ല. പക്ഷേ നമുക്കൂടെ സന്തോഷമായിരുന്നു. കാരണം അവിടെ സാധാരണ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഒരു 12:30 ആകുമ്പോഴേക്കിനും പള്ളിയിലേക്ക് പോകും. ആ സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയും പിന്നെ കളിക്കുകയൊക്കെ. ആ സമയത്ത് കൂടുതൽ കളിക്കുന്ന അവസരങ്ങളാണ്. അതെ അതെ. ഈ ബസ്സിനല്ലേ സാറ് വന്നുകൊണ്ടിരുന്നത്? ബസ്സിനാണ് അച്ഛൻ വന്നുകൊണ്ടിരുന്നത്. അതെ അതെ. ബസ് കിട്ടാൻ സമയക്രമമോ അല്ലെ എങ്ങനെയും? അതിന് സാധാരണ നമുക്ക് ആ സമയത്ത് ടൈം അനുസരിച്ചിട്ടാണ് ബസ്. രാവിലെ 8:45 ഒരു ബസ്സുണ്ട്. കാവുനട എന്ന് പറയുന്ന നെടുങ്കുന്നം കാവുനട എന്ന് പറഞ്ഞ സ്ഥലം വരെ ഉള്ളൂ ആ ബസ്. അതിൻ്റെ ആ ബസ് കാവുനടയല്ല, കാവുനടയെന്ന് തിരിഞ്ഞ് കങ്ങഴയ്ക്ക് ചെറിയൊരു വഴിയുണ്ട്. അതിലെ തിരിഞ്ഞ് കങ്ങഴ ചെന്നിട്ട് അങ്ങനെ കോട്ടയത്തിന് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ആ ബസ് ഞങ്ങൾ ചിലപ്പോഴേ നോക്കത്തുള്ളൂ. ആ ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് കിട്ടുന്നതിന് പോയാൽ കൃത്യസമയത്ത് സ്കൂളിൽ ചെല്ലാമെന്നുള്ളതാണ്. അങ്ങനെ ബസ്സിൻ്റെ നോക്കിയിട്ടാണ് ഞങ്ങൾ അന്ന് സമയം ക്രമീകരിച്ചു. ഓരോ ബസ് വരുന്ന ഇത്ര ടൈമിലാണ്. 9:15 ഒരു ബസ്, 8:45 ഒരു ബസ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകാറുണ്ട്. ബസ് മിസ്സായി കഴിഞ്ഞാൽ നടന്ന് സ്കൂളിൽ വരേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ബസ് മിസ്സായി കഴിഞ്ഞാൽ നടന്ന് സ്കൂളിൽ പോകാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ അടുത്തുണ്ട്. പക്ഷേ പല സമയങ്ങളിൽ തിരിച്ചു വന്നിട്ടുണ്ട് നടന്ന്. ഈ ഇന്ദിരാഗാന്ധി മരിച്ച ആ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ നടന്ന് തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ നടന്നു പോയിട്ടില്ല. അങ്ങനെ 5 വർഷം ആ സ്കൂളിൽ പഠിച്ചു. 5 വർഷം ആ സ്കൂളിൽ പഠിച്ചു. 10ാം ക്ലാസ് ഒക്കെ ടഫായിട്ട് തോന്നിയിരുന്നോ ആ സമയത്ത്? ഇല്ല, 10ാം ക്ലാസ് ടഫായിട്ടോ അങ്ങനെ അങ്ങനെയൊന്നും ആ സമയത്ത് ഏതെങ്കിലും സബ്ജക്റ്റിൽ മുന്നോട്ടോ പുറകോട്ടൊന്നോ തോന്നുന്നുണ്ട്? ആ സമയത്ത് ഇംഗ്ലീഷൊക്കെയാണ് ഇച്ചിരി പ്രയാസമായിട്ടൊക്കെ തോന്നിയിരുന്നു. എല്ലാവരും നമ്മളെല്ലാം ആവറേജ് സ്റ്റുഡൻസ് ആണല്ലോ, അവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ഫ്യൂച്ചർ അച്ഛൻ? അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മാച്ചന്മാരൊക്കെ അമേരിക്കയിലുണ്ട്. അവർ പറഞ്ഞിട്ടായിരിക്കാം, ഞങ്ങളുടെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു മെഡിക്കൽ ഫീൽഡ് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെ അന്നത്തെ ഇത് കഴിഞ്ഞ് മദ്രാസ് HSC പിന്നെ +2 എടുക്കാം. അതിന് ഞാൻ പോയി ചേർന്നു. ഇവിടെ മദ്രാസിന് പോയി? അല്ല, ഇവിടെ നിന്ന് കറസ്പോണ്ടൻസ് ആയിട്ട്. എന്താ സബ്ജക്ട് കോഴ്സ്? മദ്രാസ് HSC ഹയർ സെക്കൻഡറി +2 ഡയറക്റ്റ് ആയിട്ട് എടുക്കുക, തത്തുല്യമായിട്ടുണ്ട്. അത് പഠിച്ചു. അതിനുശേഷം
ഞാൻ പിന്നെ അപ്പോൾ കോളേജിലൊന്നും പോയില്ല? ഇല്ല, കോളേജിൽ പോയില്ല. അത് നേരെ വീട്ടിലിരുന്നുള്ള പഠനമായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഞാൻ പിന്നെ മേരി ക്യൂൻസ് എന്ന് പറഞ്ഞ തിരുവല്ലയിലുള്ള എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്ന. അപ്പം കൂടുതൽ പഠിച്ചിട്ട് വലിയ കഥയില്ല, അതുകൊണ്ട് ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡ് എത്രയും പെട്ടെന്ന് പഠിച്ചോ. പിന്നെ അമേരിക്കയിലുള്ളവർ പറഞ്ഞ് മെഡിക്കൽ ഫീൽഡ് പഠിച്ചാൽ മുമ്പോട്ട് ഇങ്ങോട്ടൊക്കെ വരാം എന്നൊക്കെ പറയുണ്ടായി. അത് തന്നെയല്ല, പക്ഷേ നമ്മൾ അന്ന് കുറച്ചുകൂടെ ജോലി കിട്ടാൻ ഉള്ള ഒരു സാധ്യതയെന്ന് കരുതിയാണ് എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു. 2 വർഷം 1.5 വർഷത്തെ കോഴ്സ്. എന്നിട്ട് പോയി പരീക്ഷയൊക്കെ എഴുതി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തോ? വർക്ക് ചെയ്തോ? ഇത് നമുക്ക് പിന്നെ വർക്ക് ചെയ്തു. ട്രെയിനിങ് എക്സ്പെരിമെൻ്റ് ഒക്കെ ആദ്യം ഞാൻ ട്രെയിനിങ്ങിനായിട്ട് കോയമ്പത്തൂര് പൈനിയർ ലാബ് എന്ന് പറഞ്ഞ ഒരു ലാബില്, അന്നത്തെ മികച്ച ലാബാണ്, ഏറ്റവും നല്ല ബ്ലഡ് റിപ്പോർട്ടും പൈനിയർ ലാബ് RS പുരത്താണ് കോയമ്പത്തൂര്. അന്ന് ഒരു ശ്രീധറും ഒരു ഫറൂഖ് എന്ന് പറഞ്ഞ 2 പേര് കൂടി നടത്തുന്നതാണ്. ഒരു ഡോക്ടറുടെ സ്ഥാപനമാണ്, ഇവരാണ് അതിന്റെ ഇൻചാർജായിട്ട് നടത്തുന്നത്. അവിടെ ഞാൻ സാമ്പിളൊക്കെ ഇവിടെ മദ്രാസിന് കൊറിയർ അയക്കും, ചില ടെസ്റ്റുകൾക്ക് മാത്രം. ബാക്കിയുള്ള ടെസ്റ്റ് അവിടെ മൈക്രോബയോളജി ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച തരത്തിലുള്ള ലാബായിരുന്നു അന്ന് അവിടുത്തെ ഒരു ഉന്നത. തിരുവല്ലയ്ക്ക് കടേനിക്കാട് ഒന്ന് ഡേ സ്കോളറായിട്ടാണോ പോയിക്കൊണ്ടിരുന്നത്? എങ്ങനെ? അച്ഛൻ ഈ തിരുവല്ലയിലല്ലേ പഠിക്കാൻ പോയത്? അത് എങ്ങനെ പോയി? ബസ്സിന് ചങ്ങനാശ്ശേരി വന്നിട്ട് കയറി തിരുവല്ലയിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു പോകണം. പരമലയ്ക്കുള്ള റോഡിൽ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ വലത്ത് മേരി ക്യൂൻസ് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. ബാബു ജീസസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പഠിച്ചു. ECG ടെക്നീഷ്യൻ കോഴ്സും പഠിച്ചു. അതിനുശേഷം ഞാൻ ഈ കോയമ്പത്തൂർ പോയി അവിടെ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ എടുത്തു. പിന്നീട് ഞാൻ ഏറ്റവും വലിയ അവിടുത്തെ തന്നെ കോയമ്പത്തൂർ ഏറ്റവും വലിയ മെഡിക്കൽ സെൻ്ററായ KMCH എന്ന് പറയും, കോവയം മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റൽ. അവിടെ ഭയങ്കര നല്ല ചികിത്സയും നല്ല രീതിയാണ്. ഞാൻ അന്ന് ചെല്ലുമ്പോൾ 350 ബെഡേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം 3500 മേളിലുണ്ടാവും. പിന്നെ ഞാൻ എല്ലാവരുമായിട്ട് അന്നും എല്ലാവരുമായിട്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു മലയാളിയും കൂടെ ആയിരുന്നുകൊണ്ട് അന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഒരു ഞങ്ങളുടെ ചെയർമാൻ നല്ല പളനിസ്വാമി എന്ന് പറയും, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കോയമ്പത്തൂർ പോയപ്പം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് അവിടെ പ്രോഗ്രാമുകൾ നടത്തും. അപ്പം ഞാനും എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കുകയും അതുകൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുമായിട്ടും ഏതാണ്ട് അന്ന് 300-400 സ്റ്റാഫുണ്ട്. എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിരുന്നു, നല്ല ബന്ധം പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് പിന്നെ ഞങ്ങളുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജായ മാത്യു ചെറിയാൻ, അത് വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അതിബുദ്ധിമാനായ ഡോക്ടറാണ്. കാരണം ബുദ്ധിമാനെന്ന് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവരുടെ രോഗം കണ്ടുപിടിക്കാനും അത് മൈലൂട്ടായിട്ടുള്ള രോഗം വരെ അദ്ദേഹം സ്കാനിങ്ങിലൂടെ പിന്നെ CT സ്കാനിലൂടെ കണ്ടുപിടിക്കുകയും അൾട്രാസൗണ്ട് സ്കാനും എല്ലാം അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ കാർഡിയോളജിയിലുള്ള ഒരു തോമസ് അലക്സാണ്ടർ, അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് കോവയം മെഡിക്കൽ സെൻ്ററിൽ. എനിക്ക് തോന്നുന്നു അന്ന് ഏതാണ്ട് 5 മലയാളി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് കോവയം മെഡിക്കലിൻ്റെ ഒരു ഉയർച്ചയുടെ ഒരു റെഫറൽ ഹോസ്പിറ്റൽ തന്നെയാണ്. ഇവരുമൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. അവർ ഇന്നും വിളിക്കാറുണ്ട്. അവരെ നല്ല രീതിയിലാണ് എന്നോട് ഇന്നും പെരുമാറുന്നത്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് അവരെ കാണാനായിട്ടൊക്കെ ഇടയായി. അവർ വളരെ ഉയർന്ന നിലവാരമുള്ള ഡോക്ടേഴ്സാണ്. എന്നാലും എന്നോട് ഇപ്പോഴും കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ പെരുമാറാനും അവർക്ക് ഞാനൊരു വലിയൊരു ഇതായിട്ട് തന്നെ കരുതുന്നു. അവർ ഇത്രയും വലിയ പ്രഗത്ഭരായ ഡോക്ടറായിരുന്നു. സാധാരണക്കാരെ പോലെ കാണാനും സംസാരിക്കാനും ഒക്കെ അവർക്ക് വലിയ കഴിവ്, അതൊക്കെ ഒരു സന്തോഷം നിറഞ്ഞവരാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ, അച്ഛൻ നമ്മളൊക്കെ വളരെ ഇതായിട്ട് ഹൈ ആയിട്ട് തിങ്ക് ചെയ്യുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നവരാണല്ലോ. അച്ഛൻ ഈ എക്സ്റേ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും അച്ഛനൊരു ഇതല്ലായിരുന്നു എൻ്റെ ഏരിയ, അല്ലെ ഞാൻ വേറൊരു രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, അല്ലെ കൂടുള്ളവരെ വേറൊരു ലെവലിൽ എത്തുന്നല്ലോ, എന്തെങ്കിലും ഒരു പശ്ചാത്താപം അച്ഛൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഏത് രംഗത്ത് ചെന്നാലും അവിടെ
നമ്മളെ കളിയുടെ കാര്യത്തിലാണെങ്കിലും സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എവിടെ ചെന്നാലും നമ്മൾ ചെല്ലുന്ന മേഖലയെ നമ്മൾ അല്പം ഇങ്ങനെ ഉയർന്നു നിൽക്കുക അതിൻ്റെ കഴിവ് പുലർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ പിന്നെ വൈദികനാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പം ഇങ്ങനെ അവിടെ ഒത്തിരി നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പാലക്കാട് വന്ന് ഒരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ ആൾക്കാർ അവിടെ മെഡിക്കൽ ചെക്കപ്പിന് വരിക. അങ്ങനെ അതിൻ്റെ ഓണർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്, അന്ന് സാധാരണ അംബാസഡർ കാർ വലിയ കാര്യമാണ്, അന്ന് ഓണർ മാത്രമേ കയറത്തുള്ളൂ അംബാസഡർ കാറെ, PP മേനോൻ എന്ന് പറയും. അദ്ദേഹം ഞാൻ അവിടെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കാര്യം എക്സ്റേ എടുക്കാനായിട്ട് ഞാനാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഓർത്ത് വല്ല മിനിസ്റ്റർ വല്ലതും ആയിരിക്കുമെന്ന് കരുതി വെള്ളയൊക്കെ ഇട്ട് ഒന്ന് അദ്ദേഹം കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട്, ജിജോ അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു. പിന്നെ പല പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 പ്രാവശ്യം ആ കാർ എനിക്ക് വേണ്ടി അയച്ചു. ഒരിക്കൽ ഞാൻ ഗതി കെട്ടിട്ട് ആ കാറിൽ തിരിച്ച് പാലക്കാട്ടേക്ക് വരികയാണ്. പാലക്കാട്ടേക്ക് വന്ന അവസാനം അവിടുത്തെ ഇൻചാർജൊക്കെ പറഞ്ഞു, ഞാൻ 1 വർഷം കോയമ്പത്തൂരും പാലക്കാടുമായിട്ട് ജോലി ചെയ്തു. അങ്ങനെ പാർട്ട് ടൈമായിട്ട് 2 സ്റ്റേറ്റിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തു. അങ്ങനെ പിന്നീട് കോയമ്പത്തൂരുള്ളവർ അവിടുത്തെ ഈ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റേഡിയോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അവിടെ തന്നെ അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ഇവിടുത്തെ കോവ മെഡിക്കലിനെ നിർത്തി പാലക്കാട് തന്നെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ഒരു അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങാനൊരു പ്രചോദനം ഉണ്ടായി. കാരണം ഈ പാലക്കാട് മേഖലയിൽ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ആ ചെല്ലുന്ന സമയം. നമ്മൾ കോട്ടയം സൈഡിലുള്ളതിനേക്കാൾ ഒത്തിരി പാവപ്പെട്ടവരാണ്. കാരണം അവര് ജോലി ഇല്ലാത്തവരുണ്ട്, കൂടുതൽ പഠിത്തം ഇല്ലാത്തവരുണ്ട്, സമുദായത്തിൽ വ്യത്യാസമുള്ളവരുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയത്തൊക്കെ എല്ലാവരെയും കോർത്തിണക്കി പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയായി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ റൂമുണ്ടായിരുന്നു. അന്ന് സാധാരണ MBBS ഡോക്ടേഴ്സിന് മിനിമം 5500 രൂപ സാലറി ഉള്ളൂ. എനിക്ക് അതിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം അറിയാം. കാരണം അവിടുത്തെ പേഷ്യൻസ് വന്നാലൊക്കെ ഞാൻ ഫസ്റ്റ് മാനേജ് ചെയ്യുമായിരുന്നു. ഇവർക്ക് തമിഴും അറിയാമായിരുന്നു. അതുതന്നെയല്ല, ആൾക്കാരോട് ഇടപെടാനൊരു അവർക്ക് മനസ്സിലാവും, ഓണർമാർക്ക് മനസ്സിലാവും. അതുകൊണ്ടൊന്നുമല്ല അവിടെ റൂം തന്നത്. സാധാരണ ഡോക്ടർമാർക്കും എനിക്കും മാത്രമേ ഹോസ്പിറ്റലിൽ തന്നെ റൂം തന്നിട്ടുള്ളൂ. ഞാൻ പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ വേറെ വീടെടുത്ത് മാറിപ്പോവുക പിന്നെ ചെയ്തത്. 2-3 വർഷം അവിടെ തന്നെയായിരുന്നു. 2-3 വർഷത്തോളം ഞാൻ അവിടെ. അപ്പോൾ ആ സമയത്ത് പേഷ്യൻസ് വന്നാൽ പെട്ടെന്ന് ഞാൻ പേഷ്യൻസിനെ പോയി പെട്ടെന്ന് കാലോ ഒടിഞ്ഞോ എങ്ങനെയും വന്നു കഴിഞ്ഞാൽ അവരെ പോയി അതിൻ്റെ രീതിയിൽ പേഷ്യൻറ്റിനെ എടുക്കേണ്ട രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് അറിയാമായിരുന്നു. അവിടെ കോവ മെഡിക്കലിൽ വർക്ക് ചെയ്തതുകൊണ്ട് എങ്ങനെ സ്ട്രക്ചറയിൽ എടുക്കണം അതൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഒരു പേഷ്യൻ്റ് വന്നാൽ അവർ കെയർ ചെയ്യാൻ അറിയാമായിരുന്നു. കാരണം എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ കാലോ കയ്യോ ഒടിഞ്ഞ പേഷ്യൻ്റാണ്, അവർ അനങ്ങാതെ ഡാമേജ് വരാതെ വേണം എക്സ്റേ എടുക്കാൻ. അങ്ങനെ സത്യത്തിൽ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാവാം. പക്ഷേ അവിടെ അന്ന് ആ സമയത്ത് ഏതാണ്ട് ഒരു 40 ഡോക്ടേഴ്സേ ഉള്ളായിരുന്നു പാലക്കാട് ടൗണുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് 40-45 ഉള്ളൂ, ഇപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നു. അപ്പം അവിടുത്തെ എക്സ്റേ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എക്സ്റേ വളരെ ക്ലിയർ ആയിട്ട് എടുക്കണമെന്ന്. അത് എല്ലിൻ്റെയൊക്കെ എക്സ്റേ എടുക്കുമ്പോൾ കറക്റ്റ് AP ലാറ്ററലോ എന്ന് പറയാം, കറക്റ്റ് സൈഡിലേക്ക് ചെരിച്ച് വെച്ചെടുത്ത് കറക്റ്റ് എടുത്താലേ അതിൻ്റെ രോഗികൾക്കുള്ള യഥാർത്ഥ നിർണ്ണയം. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ചെസ്റ്റ് എക്സ്റേ ന്യൂമോണിയ ഒക്കെ കുഞ്ഞുങ്ങളുടെ അന്ന് ഇത് നോക്കി മനസ്സിലാക്കിയിരുന്ന ചെസ്റ്റ് എക്സ്റേ കൂടെ. അപ്പോൾ എൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സ്റേ ആയിരുന്നു. ഞാനൊരു ഫിലിം പോയാലും ക്ലിയർ ആയിട്ട് എടുത്ത് ഞാൻ കൊടുക്കും. അപ്പം അതുകൊണ്ട് ആ പ്രദേശത്തുള്ള പാലക്കാട് പ്രദേശത്തുള്ള ഡോക്ടേഴ്സ് മൊത്തം എക്സ്റേക്ക് അവിടെ അയക്കുമായിരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റൽ ഫേമസ് ആയി. ദേവപ്രഭ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ അത് കൊടുത്ത് പിന്നെ വെൽകെയർ ഹോസ്പിറ്റലായി. ഇന്ന് വലിയൊരു ഹോസ്പിറ്റലായിട്ട് മാറി. അവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ പാവപ്പെട്ടവരുമായിട്ട് ചേർന്ന് അവിടെ ഒരു സൊസൈറ്റി ഒക്കെ ഉണ്ടാക്കി, ജീസസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന്. ആ സൊസൈറ്റിയുടെ പ്രധാന ഉദ്ദേശം ഏതാണ്ട് ഞങ്ങൾ 4-5 പേര് കൂടി തുടങ്ങിയതാണ്. പിന്നെ അത് അവിടെ ഒരു മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അതിൻ്റെ മീറ്റിങ്ങൊക്കെ. 150 പേരൊക്കെ വന്നിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ. അങ്ങനെ ആ മീറ്റിംഗ് ഒക്കെ കൂടി ജീസസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റിക്ക് രൂപം കൊടുത്തു.
അതിലൂടെ അനേകം രജിസ്റ്റർ ചെയ്യണ്ടേ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിലൊക്കെ രജിസ്റ്റർ ചെയ്യണം, മുനിസിപ്പാലിറ്റിയിൽ. പിന്നെ അവിടെ കളക്ടറേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2001 അത് രജിസ്റ്റർ ചെയ്തത്. ശരി. ആ സൊസൈറ്റി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്തിരുന്ന വഴിയരി കിടക്കുന്ന ആൾക്കാരില്ലേ, അവരെ എടുത്ത് ഓർഫനേജ് പോലെ എടുത്ത് മുടിയൊക്കെ വളർത്തിയവരാണ്. മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് വിവിധ ആശ്രമങ്ങളിൽ എത്തിക്കുന്ന ഒരു പ്രധാന ജോലിയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ അനേകം പേരെ ഞാൻ അങ്ങനെ മനോരമയുടെ ഫ്രണ്ട് പേജിലൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം മലയാളികളായിരുന്നു അതോ തമിഴ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ ഈ കിട്ടുന്നത് ഒരാളെ എടുത്തത് അവിടെ കൽപ്പാത്തി അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ. അവിടുന്ന് എനിക്ക് തോന്നുന്നത് രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ജെയിംസ് ആർപ്പുകര എന്ന് പറഞ്ഞ ആളാണ്. അന്ന് വന്നിരുന്നു. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ വന്നിരുന്നു പാലക്കാടിൻ്റെ. അപ്പോൾ അന്ന് അദ്ദേഹം സംസാരിച്ചു, ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം തുണിയൊന്നുമില്ല കിടക്കുക. മനസ്സിലായി. നടതള്ളിയ ഒരു കേസ് പോലാണ് ശരിക്കും. അന്ന് ഞാൻ അദ്ദേഹത്തെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി. ഞാനും അവിടെ ഒരു രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, സ്നേഹയാനം എന്ന് പറഞ്ഞു. രാധാകൃഷ്ണനോടെ ചേർന്ന് പീച്ചിയിൽ ദിവ്യഹൃദയ ആശ്രമം എന്ന് പറയും, ആ ആശ്രമത്തിൽ കൊണ്ട് അവിടെയാണ് ഞങ്ങൾ ആക്കുന്നത്. അവിടെ ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയാൻ സാധിച്ചു, ഇപ്പോൾ 1000-400 പേര് കാണുമായിരിക്കും. ഞാൻ ഒത്തിരി നാളായി, കുറച്ച് നാളായി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട്. അതിനു മുമ്പ് ഞാൻ ഒരു ജോർജ് കണ്ണംപ്ലാക്കൽ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അദ്ദേഹം നിരസിക്കത്തില്ല. പക്ഷെ അവിടെ സ്ഥലപരിമിതിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അനേകം പേരെ ഒരു സ്ഥലത്ത് അവിടെ കൊണ്ടുപോകാനായിട്ട്, സ്ത്രീകളെയൊക്കെ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയാണ് സ്ത്രീകൾ ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാനായിട്ട് സ്ത്രീകളും ഉണ്ടായി, അവരെയും കൂടെ കൂട്ടും. പിന്നെ ഞാൻ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൻ്റെയൊക്കെ ഒത്താശയോട് കൂടിയാണ് അപ്പോൾ അവരോട് പറഞ്ഞ് സോഷ്യൽ വർക്കറായി അവിടെ എസ്റ്റാബ്ലിഷ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ബ്ലഡ് കൊടുക്കാനായിട്ട് ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളതാണ്. എനി ടൈം അപ്പം നമ്മുടെ കയ്യിൽ അനേകം നമ്പറുകളുണ്ടായിരുന്നു. പിന്നെ വേറെ നമ്പറുകളുണ്ടായിരുന്നു ഞങ്ങളുടെ ഒക്കെ. ഞാൻ ഏതാണ്ട് 24 പ്രാവശ്യത്തോളം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അതായത് പല റിക്വയർമെന്റും വരുമല്ലോ, ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. 24 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനി ടൈമിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതിനോട് നല്ലൊരു ഹരമായി. അത് അച്ഛൻ്റെ ഒരു പോയിന്റ് ആണ്. ഏത് ആവശ്യം വന്നാലും അച്ഛൻ്റെ ഒരു പാലക്കാടുകാർക്ക് ഒരു ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ സമയത്തൊക്കെ അച്ഛൻ എത്ര വയസ്സ് പ്രായം കാണും ശരിക്കും പറഞ്ഞാൽ? കല്യാണം കഴിഞ്ഞിരുന്നോ അതോ? കല്യാണം കഴിഞ്ഞിരുന്നു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വൈദിക പദവിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ സമയത്തൊക്കെ വൈദികനായിരുന്നു? ഇല്ല, സാധാരണക്കാരനായ അച്ഛനൊരു എക്സ്റേ ടെക്നീഷ്യൻ തന്നെയാണ്. ശരി. അച്ഛൻ ഇതുപോലെ ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ മെഷീനെ കയറ്റാനും ഒക്കെ പ്രയാസം വരത്തില്ല? ഇല്ല, അത് പ്രയാസമില്ല. അതെന്നാന്ന് ചോദിച്ചാൽ അതൊരു നമുക്ക് ഒരു മെത്തേഡാണ്. അടിയിലൊരു ചെറിയൊരു ഷീറ്റ് ഞങ്ങൾ ഇടും. എന്നിട്ട് ഞാൻ വേറെ 2 പേരെയും കൂടെ കൂട്ടും. നല്ല ഷീറ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഷീറ്റിൽ പിടിച്ച് സെക്യൂരിറ്റികളെയും കൂടെ കൂട്ടി നമ്മൾ ചെയ്തോണ്ട്. അച്ഛൻ ഈ റേഡിയേഷനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ആകുലതകളോ? റേഡിയേഷന്റെ ആകുലത പലതും ആദ്യമൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയാമോ, നമ്മൾ ഓരോ പേഷ്യൻസിന്റെ പ്രയാസം കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം അങ്ങ് മറന്നു പോകും. ഒരു ആക്സിഡന്റ് പേഷ്യന്റ് വന്ന സാധാരണ ഞങ്ങൾ ലെഡ് ഏപ്രൺ ഇട്ടിട്ടാണ് പിന്നെ എടുക്കാറുള്ളത്. പിന്നെ ചിലപ്പോൾ ഒരു കുഞ്ഞിന് എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കും വരുന്നത്. കുഞ്ഞിന്റെ കൂടെ ആരും കാണുന്നില്ല, അമ്മമാര് മാത്രമേ. ഞാനാ കൈ പിടിച്ചു കൊടുക്കുന്നത്, ഞാൻ തന്നെ പിടിച്ചു കൊടുക്കും. അവരോട് മാറി എന്നോളാൻ പറയും. അങ്ങനെ അനേകം പേഷ്യന്റ്. കാരണം നമുക്കറിയാം, നമുക്ക് ഏതായാലും ഞാൻ ഇതിനകത്ത് നിയോഗിക്കപ്പെട്ടവനാ. അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പലർക്കും എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് ചില കേസുകളുണ്ട്. MCU, അതുപോലെ തന്നെ ചില സ്പെഷ്യൽ കേസുകളുണ്ട്. യൂറിത്രോഗ്രാം അതുപോലുള്ള കേസുകൾ. അതൊക്കെ ചെയ്യുമ്പം പിന്നെ പെന്നീസിലൂടെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യേണ്ടതാണ്. അത് റേഡിയോളജിസ്റ്റോ ഡോക്ടറോടോ വേണം. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ നേരത്തെ പ്രിപ്പയർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഗൗൺ ഇടും. അല്ലാത്ത സമയം പിന്നെ ഒരു ആക്സിഡന്റ് പേഷ്യന്റ് വന്നാൽ നമ്മൾ ഗൗൺ പോകാൻ പറ്റത്തില്ല. ഡോക്ടർക്ക് അത് കഴിഞ്ഞിട്ട് വേണമല്ലോ എന്തെങ്കിലും ചെയ്യാൻ. അത് തന്നെയല്ല, നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതൊക്കെ മറന്നു. ഈ സമയത്തൊക്കെ കുടുംബത്തിന്റെ ഒരു ആകുലതകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അച്ഛന്? ഒന്നും ഒരു മനസ്സിൽ ഒരു ചിന്ത അങ്ങനെ വന്നിട്ടില്ല. ഇല്ല. എനിക്ക് പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടും അവിടെ വർക്ക് ചെയ്യാമായിരുന്നല്ലോ. ആ സമയത്ത് ഇങ്ങനെ പാവപ്പെട്ടവർ വരുന്നവരെ അവിടെ ഞങ്ങൾക്ക് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പം പലരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനില്ലാതെ വരുമ്പോൾ സാധാരണ
1 മാസത്തെ ശമ്പളം കിട്ടുന്നത് ഞാൻ പിന്നെ അങ്ങോട്ടാ കൊടുക്കല്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് അവിടെ വന്ന് കഴിച്ചോളാൻ പറയും. ആര് വന്നാലും ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ സൈഡിൽ തന്നെയാണ് കാര്യം. ആര് വന്നാലും ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ചില മാസം നോക്കുമ്പോൾ നമ്മുടെ സാലറിയെക്കാട്ടി കൂടുതൽ അവിടെ നെഗറ്റീവായി. ശരി. പക്ഷെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചില്ല അച്ഛനോട് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നോ ഇവിടുന്ന് മാറണമെന്നോ ഒന്നും. അവർക്ക് സന്തോഷമായിരുന്നു. ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഓണർമാർക്ക് വലിയ കാര്യം കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ മാതാപിതാക്കൾ എന്തെങ്കിലും പറയും? മാതാപിതാക്കൾ സാധാരണ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫാദർ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. വലിയ ജോലിയൊന്നുമില്ലായിരുന്നു. അദ്ദേഹവും ആദ്യം ഒരു പൊതു മേഖലാ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം അന്നത്തെ കാലത്ത് SLC പാസ്സായതാണ്. ഇപ്പോൾ ഏതാണ്ട് 77 വയസ്സ് മിച്ചമുണ്ട്. SLC അച്ഛനുണ്ട്. അപ്പോൾ അന്ന് പഞ്ചായത്തിൽ ഒരു ജോലിയൊക്കെ കിട്ടേണ്ടതായിരുന്നു. പുള്ളി ഒരു ചെറിയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അന്നത്തെ കാലത്ത് നിന്നിരുന്ന ആൾ. അപ്പോൾ അന്ന് പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരാൾക്ക് ജോലി ലഭിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പക്ഷേ വലിയൊരു ജോലിയായിട്ട് ശമ്പളമില്ലാത്തൊരു ജോലിയാണ് പള്ളിയിലെ സൺഡേ സ്കൂൾ. ഏതാണ്ട് 55 വർഷം സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, അതിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടിരിക്കുകയും ഞങ്ങളുടെ പരിശുദ്ധ ബാബ തിരുമേനിയോട് വലിയ പുരസ്കാരമൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് പുതുപ്പള്ളിയിൽ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്തു. 55 വർഷം നീണ്ടുതന്നെ. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്കും പിന്നെ ഇങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നതുകൊണ്ട് നമ്മളെ കൂടുതൽ പിന്തിരിപ്പിച്ചിട്ടില്ല, പ്രയാസപ്പെടുത്തി. ഈ സമയത്തൊന്നും പിന്നെ അമേരിക്കയോ അല്ലെങ്കിൽ ഗൾഫിലോ യാതൊരു ഇതുമില്ല. തോന്നിയില്ല. ഞാൻ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് പിന്നീട് വന്നിട്ട് ആശ്രമത്തിലായല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ ഓർത്തഡോക്സ് സഭയായിട്ട് ബന്ധപ്പെട്ട അവിടെ അടുത്തൊരു പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നോട് ചോദിച്ചു. ഞാനൊരു 3 വർഷം രാവിലെ ഞായറാഴ്ച രാവിലെ കൃത്യമായിട്ട് ശനിയാഴ്ച വൈകിട്ടും പള്ളിയിൽ പോകും. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് ചില ദിവസം പള്ളിയിൽ ചെന്നാണ് ഞാൻ അവിടെ കിടക്കാറുണ്ടായിരുന്നത്. ചെറിയാൻ ചക്കാലക്കൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ എന്നോട് അവിടുന്ന് മാറുന്ന അവസരത്തിൽ എന്നോട് ചോദിച്ചു, ബിജോയ്ക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ചോദിച്ചു. ഞാൻ ഇവിടുന്ന് മാറുക, സാധാരണ 3 വർഷം കൂടുമ്പോഴാണ്. ഞാൻ പറഞ്ഞു അവിടെ എന്നാൽ ശുശ്രൂഷക്കാരനായിട്ട് പുള്ളി നിന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്നേരൊരു ഒരു ശുശ്രൂഷക്കാരനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് എനിക്കൊരു പണി വേണ്ട. പണിയായിട്ടല്ല, ഒരു പണിയെന്നല്ല പറയുന്നത്. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് എനിക്ക് ശുശ്രൂഷക്കാരനാവണ്ട എന്ന് പറഞ്ഞു. അപ്പം കാരണം ശുശ്രൂഷക്കാരനെ ഒരു ഗുണമുണ്ട്, അവിടെ താമസിക്കാൻ സൗകര്യം കിട്ടും, ഒരു എക്സ്ട്രാ ഒരു ശമ്പളം കിട്ടും, ഇതെല്ലാം കിട്ടും. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ സഭയുടെ ഏതെങ്കിലും പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അട്ടപ്പാടിയിലൊരു ആശ്രമമുണ്ട്, അവിടെ പോയി 5-6 മാസം. അവിടെ നമുക്കൊരു ഹോസ്പിറ്റലൊക്കെ, ആ ഹോസ്പിറ്റലിന് എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തുടങ്ങണ പ്രത്യേകം പെർമിഷൻ വേണം. അന്ന് അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്ന ഒരു ഡോക്ടർ എനിക്ക് നല്ല പരിചയമായിരുന്നു. അദ്ദേഹം കോഴിക്കോട് കാലിക്കറ്റ് ബേസ് ചെയ്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസുണ്ടായിരുന്നു. ഞാനായിരുന്നുകൊണ്ട് എന്നെ വലിയ താല്പര്യമായിരുന്നു. അന്ന് ഞാനായിരുന്നുകൊണ്ട് അങ്ങനെ ആ എക്സ്റേ ഹോസ്പിറ്റലിന് വേണ്ടി എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിന് സാങ്ഷനൊക്കെ കിട്ടി. അവിടെ കുറച്ച് നാൾ നിന്ന് പിന്നെ തടാകത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ അട്ടപ്പാടിയിൽ ജോലി ചെയ്ത സമയത്ത് കുടുംബത്തെ എവിടെ ആക്കി? എന്നിട്ട് അത് വീട്ടിലായിരുന്നു. ഈ നെടുമ്പ് തന്നെ കാനത്ത്. ഓക്കെ. അവർക്ക് യാതൊരു പരിഭവമോ കാര്യങ്ങളോ ഒന്നും. ജോലി കൊച്ചമ്മ ജോലി ചെയ്യുന്നുണ്ടോ? നേഴ്സായിരുന്നു. ഓക്കെ. പിന്നെ ജോലിയൊന്നും ചെയ്തില്ല? ഇപ്പം കുറച്ച് നാളായിട്ട് ജോലി ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് തടാകം ആശ്രമത്തിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് മണ്ണാർക്കാട് തെങ്കര. ഇപ്പം അവിടെ തെങ്കരയില്ല, ഏതാണ്ട് 25 വർഷമായി തെങ്കര ഈ തടാകമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഈ തടാകം എന്നുള്ള പേര് അതെന്താണ് ആക്ച്വലി? ആശ്രമം എവിടെയാണത്? തടാകം ശരിക്കും കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ ആനക്കട്ടി കഴിഞ്ഞ് ഉള്ളിലെന്ന് പറയാൻ പറ്റിയല്ല, ടൗണിൽ പിന്നെ കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് അട്ടപ്പാടി പോകുന്ന റൂട്ടിൽ ഒരു 13 കിലോമീറ്റർ. വലിയൊരു കെട്ടിടവും പ്രസ്ഥാനവും. അങ്ങനെ വലിയ കെട്ടിടമല്ല, എന്നാലും പക്ഷേ പാവങ്ങളെ ഇതുപോലുള്ള അനാഥരെ പാർപ്പിക്കുകയാണ്. അനാഥരെ പാർപ്പിക്കുക എന്നുള്ളതല്ല, ഞങ്ങൾ അനേകം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ച് അവർക്ക് ഓർഫനായിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഇത് ചെയ്യുമായിരുന്നു. അതിൻ്റെ എന്തോ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തോ? അവർക്ക് അക്കോമഡേഷനും ഉണ്ട്, പഠിപ്പീരും എല്ലാം ഉണ്ടോ? ഇപ്പം കുറച്ച് കുഞ്ഞുങ്ങളെ അവിടെ പഠിക്കുന്നുള്ളൂ. നേരത്തെ അന്ന് ഒരു റംബാച്ചനായിരുന്നു ഇതെല്ലാം നടത്തിക്കൊണ്ട്. യാക്കൂ റംബാച്ചൻ. അതിന് 100 വർഷത്തെ പഴക്കമുണ്ടെന്നാണോ അച്ഛൻ പറഞ്ഞത്? 1936 സ്ഥാപിച്ചത്. 36. അപ്പോൾ 70, 20, 90, 100 വർഷമായി. 55 വർഷം. അതെ. ഇപ്പോൾ ഈ 2025 ആയല്ലോ. അതെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് തെങ്കരയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ അട്ടപ്പാടി ട്രൈബൽസിൻ്റെ ഇടയിലും അതുപോലെ തെങ്കര പ്രദേശത്തും വളരെ പാവപ്പെട്ടവരായിട്ടുള്ള
ജനങ്ങൾ. ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഏതാണ്ട് 15 വർഷം കണ്ടിന്യൂസ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അവർക്ക് പേഷ്യൻസിനും ബൈസ്റ്റാൻഡറിനും നമ്മൾ ഭക്ഷണം കൊടുക്കും. ഇപ്പോൾ ഇടയ്ക്ക് ഒരു കുറച്ചായിട്ട് ഒരു ചില സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. മനസ്സിലായി. അത് തുടർന്ന് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് അച്ഛൻ ഈ എക്സ്റേയുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തോ കംപ്ലീറ്റ് ഇപ്പോൾ? അതോ ഇപ്പോൾ എക്സ്റേയുടെ ഈ വൈദികനായ ശേഷം എത്ര വർഷമായി ആ ഫീൽഡിൽ നിന്ന് മാറിയിട്ട്? ഇപ്പം ആ ഫീൽഡിൽ നിന്ന് മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 25 വർഷമായി. 25 വർഷമായി. പക്ഷേ എങ്കിലിപ്പോഴും അച്ഛൻ നല്ല ഓർമ്മയുണ്ട് എല്ലാ കാര്യങ്ങളും. അച്ഛൻ ആ ജോലി വിട്ടതിൻ്റെ എന്തെങ്കിലും പ്രയാസം അച്ഛനുണ്ടോ? ഒരു ടെക്നിക്കലായിരുന്നല്ലോ. ജോലി വിട്ടതിൻ്റെ പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ പിന്നെ ഒരു കണക്ക് പറഞ്ഞാൽ പൈസയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ആ കോവിഡ് മെഡിക്കലിൽ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഒരു 10,000-75,000 രൂപ മേലിൽ അവിടുത്തെ ഡോക്ടറോ ഈക്വൽ ടു ഡോക്ടറാണല്ലോ. അതെ. പിന്നെ എനിക്ക് വേറെ പല ഗുണങ്ങളും വന്നുണ്ടാവും. ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് വരെ ടെക്നീഷ്യൻസിന്റെ ഹെഡ് വരെ ആകാമായിരുന്നു. പിന്നെ പക്ഷെ അതിലൊക്കെ ഉപരി ഈ പിന്നെ ഞാൻ അവിടെ അതിനെക്കാട്ടിലുപരി ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ കമ്മിറ്റഡ് ആയി പോയത് ഞാൻ അവിടെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. തമിഴ്നാട്ടിലെ അല്ല, അട്ടപ്പാടി, പാലക്കാട്, മണ്ണാർക്കാട്. അവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ഞാൻ അവിടെ ഒരു ഇപ്പം എനിക്ക് ഇപ്പം നമ്മൾ നെൽകൃഷി എന്നൊക്കെ പറഞ്ഞാൽ വളരെ അന്യം നിന്ന് പോയൊരു സംഭവം. ഞാനൊരു 2 വർഷം മുമ്പ് ഒരു 2 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ നെൽകൃഷി ചെയ്തു. 2 വർഷത്തിന് മുമ്പല്ല, ഒരു 4-5 വർഷത്തിന് മുമ്പ് ഒരു 2 ഏക്കർ പാടം എടുത്ത് നെൽകൃഷി ചെയ്തു. അന്ന് പിന്നെ കർഷകരുമായിട്ടെല്ലാം നല്ലൊരു ബന്ധം ഉണ്ടായി. അവർക്ക് കർഷകർക്ക് വേണ്ടി പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ഒരു നോളജ് ലെവലിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ എനിക്ക് ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. തെങ്കര കർഷകരുമായിട്ട് ചേർന്ന് അവിടുത്തെ ഒരു കമ്മിറ്റിയിലൊക്കെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പല ക്യാമ്പയിനുകളും അതുപോലെ തന്നെ അവരുടേതായ പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് അവിടെയൊക്കെ ഇപ്പോഴും നമ്മുടെ കോട്ടയം സൈഡിലെ പോലെ അല്ല. വെള്ളമൊക്കെ ആണെങ്കിലും മലമ്പുഴ വെള്ളവും കാഞ്ഞിരപ്പുഴ ഡാമിലെ വെള്ളമൊക്കെയാണ്. അപ്പോൾ കനാലിൽ കൂടെ വെള്ളം കൊണ്ടുവരണം. ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. അവിടെ നാട്ടുകാരൊക്കെ ചേർന്നാണ് ഈ കനാലുകളൊക്കെ വൃത്തിയാക്കി വെള്ളം കൊണ്ടുവരിക. അപ്പം പല കാര്യങ്ങളും ഇവരുമായിട്ട് ഇടപെട്ട് നമ്മൾ അവിടെയുള്ള സമയത്ത് ഫുൾ ഇൻവോൾവ്മെന്റ് ആണ്. ചോദിക്കും, അല്ലെ എന്നോട് വിളിച്ചു പറയാം. അപ്പോൾ വളരെ സന്തോഷമാണ്. എന്നെ വിളിക്കും. ഞാനൊരു വൈദികനാ, പക്ഷേ എന്നെ ഒരാൾ വിളിക്കും, അച്ഛാ ഞങ്ങളുടെ പാടത്ത് വെള്ളം ഇല്ല. അപ്പോൾ ഉടനെ ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറോ അവർ പിന്നെ അതിന്റെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അപ്പം എനിക്കോട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു സന്തോഷവും ഒരു സംതൃപ്തിയാണ്. അച്ഛൻ ഇപ്പോൾ കർഷകരുടെ കാര്യം പറഞ്ഞു, എക്സ്റേ കഴിഞ്ഞു, ഇപ്പോൾ കർഷകരുമായിട്ടും ഇടപെടുന്നു. അച്ഛന് മനസ്സിലാക്കിയ കർഷകരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? കാലാവസ്ഥ മാറ്റി നിർത്തിയാൽ കാലാവസ്ഥ മാറ്റി നിർത്തി ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാട് മേഖലയിലെ തെങ്കരയെ പറ്റി പറയുകയാണെങ്കിൽ കാർഷിക മേഖലയിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം. പന്നി, അതുപോലെ തന്നെ ആന, അതുകൊണ്ട് അതുപോലെ തന്നെ പുലി ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ അടുത്തൊരു 1 കിലോമീറ്ററിന് അടുത്ത് വന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അവിടെ തൊട്ടടുത്ത് വന്ന അതിൻ്റെ അടുത്തുണ്ട്. അത് നമ്മുടെ മലമ്പുഴയിലെ വനമാണല്ലോ. മലമ്പുഴ അട്ടപ്പാടി അതൊരു ബെൽറ്റ് ആണല്ലോ, ഒരു ബെൽറ്റ്. പക്ഷേ ഈ പന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൃഷി ചെയ്താലും അതൊരു മിനിറ്റ് കൊണ്ട് കുത്തിമറിച്ച് നശിപ്പിച്ച് കളയും. ഈ കർഷകർ കൂടുതലും പ്രത്യേകിച്ച് നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഇവിടെയുള്ളവർ വളരെ കഷ്ടപ്പെട്ട് അവർ തന്നെ സ്വന്തമായിട്ട് രാവിലെ എഴുന്നേറ്റ് നേരം വെളുത്ത് ചെയ്യുകയും കയ്യിൽ നിന്ന് കടമെടുത്ത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരു 300, 400, 500 അല്ലെങ്കിൽ 1000, 2000 വാഴയുണ്ടെങ്കിൽ ഇവർ ഒരു ദിവസം കൊണ്ട് 10, 300, 200 വാഴ കുത്തി നശിപ്പിച്ച് അതിനെക്കാട്ടി പ്രയാസം ഇതെല്ലാം കൊലയ്ക്കാറായി കഴിഞ്ഞാൽ ഇത് കുത്തിക്കളയും. ഈ ആത്മഹത്യ എന്ന് പറയുന്ന അച്ഛൻ്റെ അതൊരു കൃഷിയുടെ ഒരു ഭാഗമാണോ ഈ കർഷകർ ആത്മഹത്യ ചെയ്തു പോകുന്നത്? അതോ വേറെ ഈ സൊസൈറ്റിയിലെ വേറെ ഇഷ്യൂസ് ആണോ? അല്ല, ഒരു എനിക്ക് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ചിലപ്പോൾ ഈ മനുഷ്യന് ഒരു വലിയ പ്രയാസങ്ങൾ വരുമ്പോഴാണല്ലോ ജീവിക്കാൻ ഇനി എനിക്ക് ജീവിക്കണ്ടെന്നുള്ളൊരു തോന്നല്. പക്ഷെ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ് നമ്മൾ പല ശ്രമിക്കേണ്ടത്. പക്ഷെ അവരുടെ
ചിന്ത എന്ന് പറയുന്നത് നമ്മൾ കടം വന്നു കഴിഞ്ഞാൽ ഇനി നിൽക്കാൻ പറ്റത്തില്ല, നോക്കാനുള്ള ഒരു പ്രയാസം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിലൊരു ദൈവിക സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. കാരണം മതമോ ജാതിയോ ഒന്നും അല്ല, ഏത് പ്രയാസത്തിലും മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവർ മറ്റുള്ളവരെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ മറ്റുള്ളവരുടെ കാര്യത്തോടെ അവർ ചിലപ്പോൾ അവരുടെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യമാരുണ്ടാവും, അല്ല അവരുടെ മാതാപിതാക്കന്മാരുണ്ടാവും. അവരെ ഒന്നും നോക്കുന്നില്ല. ഇവര് ഈ ഒരു മരണം കൊണ്ട് മാത്രം ഒരു അതുകൊണ്ടൊരു തീർപ്പാകുന്നില്ല. ഒരാൾ മരിച്ചതുകൊണ്ട് ഒന്നിനും അത് അവർ മനസ്സിലാക്കുന്നില്ല. ഈ സേവിങ്സിന്റെ ഒരു അപാകത അല്ലെ കുറവ് തോന്നുന്നുണ്ടോ? അവർ കിട്ടുന്ന പൈസയിലെ ചെറിയ ഭാഗം സേവ് ചെയ്യാനുള്ള ഒരു ബാങ്കിങ്ങിന്റെ ഒരു നോളജ് കുറവ് കൊണ്ട് സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതും ഒരു പരിധി വരെ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നമുക്കവിടെ 800 രൂപ കിട്ടിയാൽ, പക്ഷേ അത് നിത്യ ചെലവിന് പല കാര്യങ്ങളുണ്ട്. പക്ഷെ സേവ് ചെയ്യാൻ ഉണ്ടാവത്തില്ല. പക്ഷെ സേവിങ്ങിന്റെ അതിൽ ജോലി ചെയ്ത് അത് ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. കിട്ടുന്നതിന് സേവ് ചെയ്ത് വെക്കുന്ന ഏറ്റവും നല്ലൊരു രീതിയാണ്. അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ 800 രൂപ കിട്ടിയുള്ള ഒരാൾ അത് നമ്മൾ ചിലവാക്കുന്ന ഒരു പരിധി വെക്കുക, എന്നിട്ട് അത് ഇത്ര രൂപയെ ചിലവാക്കുള്ളൂ, ബാക്കി സേവിംഗ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ സേവിങ്സ് കഴിഞ്ഞിട്ട് ചിലവാക്കുക എന്നുള്ള ഒരു ചിന്ത അവരുടെ കയ്യിലില്ല. അച്ഛൻ എത്ര വർഷം അപ്പോൾ ഇപ്പോൾ പാലക്കാടായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും? പാലക്കാടായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 35 വർഷമായി. 35 വർഷം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. ഇപ്പം 45 ആയോ? ഇപ്പോൾ 50 ആയി. ഇനി മുന്നോട്ട് ചോദിച്ചാലേ, അച്ഛൻ ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ പറ്റി ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ അവിടെ മണ്ണാർക്കാട് തെങ്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അമേരിക്കയ്ക്ക് ഒരു വിസ ലഭിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ അറ്റ്ലാന്റയിൽ ആദ്യം വന്നു. അതിനുശേഷം ഡിട്രോയിറ്റ്, ഡാളസ്, പിന്നെ അതുപോലെ തന്നെ നോർത്ത് കരോളിന, സൗത്ത് കരോളിന, പിന്നെ അതുപോലെ ഹോസ്റ്റൺ ഒക്കെ കുറേ സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഇടയായി. അവിടെ പല പള്ളികളിൽ ബലിയർപ്പിക്കുവാനും പല നല്ലവരായ ആൾക്കാരെ കണ്ടുമുട്ടുവാനും ഒക്കെ ഇടയായി. ഇപ്പോൾ ഹൂസ്റ്റണിലാണ്, എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അച്ഛൻ അമേരിക്കയ്ക്ക് വരാനുള്ള പ്രധാന കാര്യം ഒരു വിസയുടെ മാത്രമാണോ അതോ? അല്ല, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലേ അമേരിക്കയിൽ? അതെ, ആദ്യമായിട്ടാണ്. അമേരിക്ക വന്നിട്ട് അച്ഛൻ്റെ ഒരു ആദ്യം അറ്റ്ലാന്റയിൽ വന്നു എന്ന് പറഞ്ഞു. ആദ്യം തോന്നിയ ഒരു വ്യത്യാസം എന്താണ്? അച്ഛൻ പ്രതീക്ഷിച്ച അമേരിക്കയാണോ അതോ എന്തെങ്കിലും മാറ്റമുണ്ടോ? അച്ഛന് ഒരുപാട് കാലമായിട്ട് അറിയാം. പക്ഷേ നമ്മൾ പലർക്കും പിന്നെ ഇവിടെ എല്ലാവർക്കും തിരക്കാണെന്നുള്ള കാര്യം അറിയാമായിരുന്നു. അതിവിടെ വന്ന് കണ്ടപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ വെളിയിലെങ്ങും ആരെയും കാണാനായിട്ട് നമുക്ക് സാധ്യമല്ല. നമ്മുടെ അവിടെ അങ്ങനെ അല്ലല്ലോ. കാരണം എപ്പോഴും ഒരു ആളും അനക്കവും ഒക്കെ ഉണ്ട്. എനിക്കും എപ്പോഴും നമ്മുടെ കൂടെ 10 പേര് പ്രവർത്തിക്കുക, നമ്മൾ 10 പേരുടെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എപ്പോഴും 10 പേരോടൊപ്പം നിന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രയാസം ഉള്ളൂ ഇവിടെ വരുമ്പോൾ. അറ്റ്ലാന്റ വന്നു തന്നെയാണല്ലോ അച്ഛൻ? അതെ അതെ അതെ. യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? ഒരു പ്രയാസമില്ല, വന്നില്ല. അറ്റ്ലാന്റയിൽ എത്ര ദിവസം നിന്നു? അറ്റ്ലാന്റയിൽ ഏകദേശം 1 മാസം അടുത്ത് നിന്നു. 1 മാസം. അത് ഏത് സ്ഥലത്ത് അച്ഛൻ? അറ്റ്ലാന്റ എനിക്ക് കൃത്യമാണ് സ്ഥലപ്പേരൊക്കെ ഇവിടുത്തെ ഒത്തിരി വ്യത്യാസമാണ്, ഒത്തിരി പേരുകൾ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ ഞാൻ അവിടെ ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുർബാനയ്ക്കായിട്ട് പോയി. പിന്നെ ഡാളസിൽ പോയി. പിന്നെ അതുകൂടാതെ അവിടെ ഫ്ലോറിഡയിൽ പോയി. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നമ്മുടെ അട്ടപ്പാടി പോലെ തന്നെ, അട്ടപ്പാടി എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ ടെന്നസി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനായിട്ട് ഇടയായി. ടെന്നസി പോയി.
അവിടെ സ്മോക്കി മൗണ്ടൻ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി. അങ്ങനെ അത് വലിയൊരു സന്തോഷമായിരുന്നു. അവിടെ പിന്നെ അത് വാട്ടർ റാഫ്റ്റിംഗ്, വൈറ്റ് വാട്ടർ റാഫ്റ്റിങ്ങിൽ എനിക്ക് കയറാനായിട്ട് സാധിച്ചു. അതിൽ ഒരു വണ്ടിയെ കൊണ്ടുപോയി കുറേ ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി വിടും. അവിടെ നിന്ന് ഏതാണ്ട് 2 മണിക്കൂർ തുഴഞ്ഞ് വേണം. അതിനകത്ത് ആൾക്കാർ 5-6 പേരുണ്ടാവും. പിന്നെ ഗൈഡും ഒക്കെ ഉണ്ടാവും. നല്ല രസമായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചെറോക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അത് ഫോറസ്റ്റിനകത്തൂടെ, ടെന്നസിയുടെ ഒരു ഭാഗമാണ്. അവിടെ ട്രെയിനിൽ ഫോറസ്റ്റിനകത്തൂടെ മൗണ്ടനും കാണാൻ, തടാകത്തിന്റെ സൈഡിൽ കൂടെ ഫോറസ്റ്റിനകത്തൂടെ ട്രെയിനിൽ ഒരു 1.5 മണിക്കൂർ യാത്ര. വളരെ അട്രാക്റ്റീവ് ആണ്. അല്ല, ഓവർ സ്പീഡ് ഇല്ല, ഒരു മിനിമം. നമുക്ക് എന്തെങ്കിലും ആനിമൽസിനെ അത്ര കാര്യമായിട്ട് കണ്ടില്ല. എന്നാൽ പോലും നല്ല തിക്ക് ഫോറസ്റ്റ്, നല്ല വളരെ മനോഹരമായിട്ടുള്ള പിന്നെ തടാകം. ഇതിവിടേക്ക് ആരാ അച്ഛനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു? എൻ്റെ ബന്ധു കൊണ്ടുപോകായിരുന്നു, ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. അതെ. ശരി. അത് കഴിഞ്ഞ് പിന്നെ ടെന്നസിയിൽ നിന്ന് സൗത്ത് കരോളിനെ പോയി. പിന്നെ ടെക്സസിൽ വന്നു. അങ്ങനെ പിന്നെ ഇവിടെ നാസായി പോയി കാണാൻ പറ്റി. പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അത് നല്ല ഒരു അന്നത്തെ അതിശയമായിട്ട് വിചാരിക്കുന്നു. അത് ഇന്ന് കണ്ടതുപോലെ ആ ഫിലിം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ പിന്നെ എൻ്റെ കസിൻ്റെ കൂടെ, അഭിലാഷിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഹെലികോപ്റ്ററെ കയറാനായിട്ട് പോയി. അതും അങ്ങനെ നമ്മുടെ ഈ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നു. ഹ്യൂസ്റ്റണിൽ തന്നെ. 10 മിനിറ്റാണ് പറഞ്ഞത്, പക്ഷേ അരമണിക്കൂറോളം കറക്കി. വളരെ സന്തോഷം. ഹെലികോപ്റ്റർ കയറി ആദ്യം നാട്ടിലൊക്കെ അത് കോമൺ നമ്മളവിടെ ഏതായാലും ഇവിടെ വന്നത് എനിക്ക് കയറാനായിട്ട് സാധിച്ചു. ഹ്യൂസ്റ്റണിൽ ഇവരൊക്കെ താമസിക്കുന്ന ചുറ്റുപാട് കാര്യമൊക്കെ അച്ഛൻ എന്താണ് മനസ്സിലൊരു തോന്നിയത്? അമേരിക്കയിലുള്ള മലയാളികൾ എങ്ങനെയാണ് ശരിക്കും? മലയാളികൾ ജനറലി എക്കണോമിക് കണ്ടീഷൻ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദേ കണ്ടന്റഡ്? അവർ ഹാപ്പി ആണോ നാട് വിട്ട് പോകുന്നത്? എല്ലാവരും ഹാപ്പിയാണ്. കാരണം അവർ ഹാപ്പി മീൻസ് ഒരു കണക്ക് വെച്ച് നോക്കിയാൽ അവർക്ക് നല്ലൊരു അത്യാവശ്യം സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. ജോലി ചെയ്ത് കഴിഞ്ഞാൽ വേറെ മറ്റുള്ള പോലെ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ജോലി ചെയ്ത ശേഷം നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് വീട്ടിൽ വന്ന് അവർക്ക് നിൽക്കാം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ജോലി ചെയ്യാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവരുടെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുമ്പോട്ട് ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു നല്ല രീതിയിൽ നമ്മൾ നല്ല സ്നേഹത്തോടെ സാഹചര്യത്തോടെ പോവുകയാണെങ്കിൽ നല്ലൊരു ലൈഫാണ്. അച്ഛൻ പല പള്ളികളും വിസിറ്റ് ചെയ്തു, ഓർത്തഡോക്സ് പള്ളി മെയിനായിട്ട്. ഒരു 3 ജനറേഷൻ ആൾക്കാരെ അച്ഛൻ കണ്ടല്ലോ. അതായത് ആദ്യം 50 വർഷം മുമ്പ് വന്നവരെ, 40 വർഷം വന്നവർ, അല്ലെങ്കിൽ അവരുടെ മക്കള്, അവരുടെ കൊച്ചുമക്കള്, ഒരു 3-4 ജനറേഷൻ ഇപ്പോൾ അമേരിക്ക മലയാളികളുണ്ട്. എന്താ അച്ഛൻ ആ ഒരു 4 ജനറേഷൻ നോക്കിയാൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അവരുടെ ഒരു വളർച്ച? ഈ പിന്നെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന അവരെപ്പോഴും ഒരു നല്ല ഒരു ഭയഭക്തിയോടെയും, കാരണം അവർ പണ്ട് അവിടുന്ന് വന്ന് അവർക്ക് അതിൻ്റെ കേരളത്തിൻ്റെയും മറ്റുള്ള കൾച്ചറുകളെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ വളരെ പ്രാർത്ഥനയോടുകൂടി അവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴാണ് ന്യൂ ജനറേഷൻ വരുമ്പോഴേക്കും അവർക്ക് ഇംഗ്ലീഷ് ആണെന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥ അർത്ഥത്തിൽ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും മറ്റുള്ളവർ വളരെ അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് അവരെ കാണാനായിട്ട് സാധിച്ചത്. വളരെ ഭയഭക്തിയും അവർക്കൊക്കെ വളരെ ദൈവിക സ്നേഹവും. നാട്ടിൽ നിന്ന് വരുന്ന അച്ഛന്മാരോട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ അങ്ങനെയൊന്നും അവർക്ക് സന്തോഷമാണ്. കാരണം നല്ല മലയാളം പറയാൻ അറിയാവുന്നവരോട് ഞാൻ കണ്ടതിൽ ഏറ്റവും അവർക്ക് അല്പം സമയം പോകുന്ന പോലെയാണ് എനിക്ക് പോയ അനുഭവം. അങ്ങനെയാണ്. ഇപ്പം നല്ല മലയാളം പറയാൻ അറിയാവുന്ന അവർക്ക് കിട്ടുന്ന ഒരു അവസരം, വീണ് കിട്ടുന്ന അവസരമായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടത്. പിന്നെ നമുക്കാണേലും ഇവിടെ വന്ന് മലയാളത്തിൽ തന്നെ കുർബാന അർപ്പിക്കാനൊക്കെ, ഞാൻ പോയ പള്ളികളിലെല്ലാം മലയാളത്തിൽ കുർബാന അർപ്പിക്കാനൊക്കെ അവർക്കൊക്കെ വലിയ സന്തോഷമാണ് പറഞ്ഞത്. ഇവിടെ അല്ലെങ്കിൽ ഓർത്തഡോക്സുകളിൽ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ടു മച്ച് ക്രൗഡ്. ഇവിടെ മറ്റുള്ള കത്തോലിക്ക സഭയും ഓർത്തഡോക്സും ആണല്ലോ ഏറ്റവും കൂടുതൽ ഇതുള്ളത്. പിന്നാണല്ലോ മൊത്തം മറ്റുള്ളവരെല്ലാം വരുന്നത്. ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ 150 ഫാമിലി ഉള്ളപ്പോൾ നിങ്ങളുടെയൊക്കെ പള്ളികളിൽ 1500 10 ടൈംസ് ആണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് ക്രൗഡ്.
അച്ഛന് ഞാൻ ഈ ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന അമേരിക്കക്കാരോടോ ഇന്ത്യയിലുള്ളവരോടോ എന്തെങ്കിലും അച്ഛന് എന്തെങ്കിലും ഹെൽപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ ഈ അച്ഛൻ്റെ പ്രോജക്റ്റിനെ പറ്റിയോ? അവർക്ക് എപ്പോഴെങ്കിലും അവർക്ക് ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഭാഗമാക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അവിടെ വന്നാൽ കാണാനൊക്കെ കാണാൻ നമുക്ക് പറ്റും. നമ്മുടെ ആശ്രമത്തിൻ്റെ ആണേലും ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് വന്ന് അവർക്ക് കാണാനും അവിടെ താമസിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനും ചെയ്യുന്ന ഇൻഡിവിജ്വലായിട്ട് കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ അവർക്ക് നേരിട്ട് കാണാനും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ പ്രോജക്റ്റിന് എന്തെങ്കിലും സാമ്പത്തിക തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ചില പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. 15 വർഷം കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞല്ലോ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ തൽക്കാലം ഒന്നൊന്നര വർഷമായിട്ട് ഹോൾഡാണ്. എത്ര പേർക്ക് അത്? 200 പേർക്കോളം ഞാൻ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നു 15 വർഷം കണ്ടിന്യൂസ്. വൺ ടൈം അങ്ങനെ വൺ ടൈം ഉച്ചയ്ക്ക് ഒരു ഫുഡ് അത് പെൻഡിങ് ആയി. ശരി. അതിനാർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഒരു. പിന്നെ അതുപോലെ പല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ചാരിറ്റി ആയിട്ട്. ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു രോഗിയുണ്ട്. രോഗി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഏറ്റവും എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ഫീൽ ചെയ്തൊരു അദ്ദേഹത്തിന് ബ്ലഡ് ഛർദ്ദിക്കുന്ന ഒരു അസുഖമാണ്. പക്ഷേ TB അങ്ങനത്തെ ഒന്നുമല്ല. പക്ഷേ അവർക്കൊരു 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ആ 10 സെൻറ്റ് സ്ഥലവും കടത്തിലാണ്. അദ്ദേഹം ബ്ലഡ് ഛർദ്ദിക്കുന്ന അസുഖം ഏത് അസുഖമാണെന്ന് അറിയത്തില്ല. 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് തച്ചമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അവരുടെ 2 ആമ്പിള്ളേർ 21 വയസ്സ് വരെ പഠിച്ചായിരുന്നു. അവർ നല്ലവണ്ണം പഠിപ്പിച്ചു. ഇത് കടമെല്ലാം എടുത്ത് പഠിപ്പിച്ചു. ആ 2 മക്കളും ഇതേ അസുഖം കൊണ്ട് തന്നെ മരിച്ചുപോയി. ഇപ്പോൾ ഒരു പെങ്കൊച്ചാണുള്ളത്. ആ പെങ്കൊച്ച് പിന്നെ പെങ്കൊച്ചിനും ഇതേ അസുഖമാണ്. പക്ഷേ അതിനെ കെട്ടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്ക് ഭയങ്കര പ്രയാസത്തിലാണ്. അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള കടക്കണിയിലാണ്. എന്നെ ഈ കഴിഞ്ഞ ദിവസം കൂടെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ സാധാരണ ഇവിടെ വന്നുകൊണ്ടല്ല അല്ലെങ്കിലും ചെയ്യാറുണ്ട്. അവിടുന്ന് 2-3 പ്രാവശ്യം പലരുടെ നിന്നായിട്ട് ഞാൻ സഹായമൊക്കെ മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. ഒരിക്കലും ഉമ്മൻചാണ്ടി സാറുമായിട്ട് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറ് എനിക്ക് കോഴിക്കോടുള്ള ഒരു ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു പൈസ റെഡിയാക്കി തന്ന് അവർക്ക് അങ്ങനെ മേടിച്ച് കൊടുത്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്കൊരു വളരെ പ്രയാസമാണ്. ഇപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്നത്. അങ്ങനെ അനേകം കുടുംബങ്ങളുണ്ട്. വീടില്ലാത്തവരുണ്ട്, ആൾക്കാർ അറിയിക്കും. ഉണ്ട്, വീടില്ലാത്തവരുണ്ട്, അങ്ങനെ പലരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ തന്നെ ഞാൻ പിന്നെ ഇവിടെ വന്ന് ആദ്യം അങ്ങനെ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ 2-3 വീടില്ലാത്തവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ദൈവം തമ്പുരാനൊരു വഴിയൊരുക്കും. ഞാനൊരു വീട് പണിത് കൊടുത്തിട്ടുണ്ട് അട്ടപ്പാടിയിൽ. അച്ഛൻ ഇത്രയും വർഷമായിട്ട് ഈ പാവങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്നു. തീർച്ചയായിട്ടും ദൈവം അച്ഛനെ പല രീതിയിൽ ദൈവം അതിനുള്ള വഴി തുറക്കും. ഈ ചാനൽ കൂടെ ഞങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഞാൻ ഇത് കൊടുക്കുന്നതാണ്. അച്ഛന് വേണ്ട വിധത്തിൽ ആരെങ്കിലും അമേരിക്കയിലുള്ളവരോ യൂറോപ്പിലുള്ളവരോ ഓസ്ട്രേലിയയിലുള്ളവരോ ന്യൂസിലാൻഡിലുള്ളവരോ ആർക്കെങ്കിലും $1 $1 1000 1000 അച്ഛനെ സഹായിക്കണം. കാരണം അച്ഛൻ ഒരു വലിയ നല്ല കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ദൈവിക സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം എനിക്ക് ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് മുഴുവൻ പങ്കുവയ്ക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ വചനം ഒത്തിരി അങ്ങോട്ട് പ്രഘോഷിക്കത്തില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ട്. അത് ജീവിക്കുന്ന സാക്ഷ്യമാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മളെക്കാട്ടി മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതുകയാണെങ്കിൽ അത് നടക്കുമെന്നുള്ള പൂർണ്ണമുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നമ്മൾ ഏത് വരം ദൈവത്തോട് ചോദിച്ചാലും ആ വരം കിട്ടും. എനിക്ക് തീർച്ചയായിട്ടും ആ വരം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അനേകം പേര് രോഗികളൊക്കെ സൗഖ്യമാകാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അനേകം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. വളരെ ചെറുപ്പമാണ് അച്ഛന് കുടുംബമുണ്ട്, അച്ഛൻ്റെ മാതാപിതാക്കളുണ്ട്. മറ്റു സഹോദരങ്ങളുടെയൊക്കെ നിലവാരം എങ്ങനെയാണ് അച്ഛൻ? ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ അടുത്ത് തന്നെയാണ് കെട്ടിച്ചിരിക്കുന്നത്. അമ്മയും അച്ഛനും ഉണ്ട്, പപ്പായും മമ്മിയും. പക്ഷെ അച്ഛൻ ഇതിൽ ഫുൾ ടൈം തമിഴ്നാട് പാലക്കാട്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടല്ല, പാവങ്ങളുടെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എവിടുത്തെ എന്നോടൊരു ആവശ്യപ്പെടുകയാണ്. എനിക്ക് ബന്ധങ്ങളനുസരിച്ച് ഞാൻ അവരെ പോയി കണ്ട് അവർക്ക് എന്ത് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. അതാ എൻ്റെ ഒരു
അവർക്കൊരു വലിയൊരു സന്തോഷം. പലയിടത്തും പല വാതിൽ പോയി മുട്ടാതെ നടക്കാതെ വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങൾ അതൊക്കെ അവർക്ക് കിട്ടുമ്പോൾ ഒരു വലിയൊരു സന്തോഷം. കോണ്ടാക്ട് ചെയ്താൽ അതൊരു 1 മിനിറ്റ് കോണ്ടാക്ട് ആണ്. ഞാൻ അത് വേണ്ട ആൾക്കാരെ ബന്ധപ്പെട്ട് എന്നെ കൊണ്ട് കഴിയുന്ന എൻ്റെ പരിധി നിൽക്കുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പൊതുവിൽ കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അച്ഛൻ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയൊക്കെയാണ്? അമേരിക്കയിൽ എത്ര നാളുണ്ടാവും? ഞാൻ തിരിച്ച് അടുത്ത ദിവസം ഞാൻ അറ്റ്ലാന്റയ്ക്ക് പോകും. അറ്റ്ലാന്റ പള്ളിയിലാണ്, സെൻറ് തോമസിലാണ് 28-ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അതിനുശേഷം 29-ന് തിരിച്ച് നാട്ടിലേക്ക് പോകും. ശരി. അച്ഛന് 29-ന് തിരിച്ച് നാട്ടിലേക്ക് പോകും. പിന്നെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഞാൻ ഒരു പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സിസ്റ്ററുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്തൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയും കൂടെ ഞാൻ പോയിട്ട് അച്ഛന് എല്ലാ യാത്രാമംഗളങ്ങളും നേരുന്നു. ഈ ഇത്രയും ചുരുങ്ങിയ ഒരു സമയത്തിൽ എന്നോടൊപ്പം ഇത്രയും സമയം അച്ഛൻ്റെ കാര്യങ്ങൾ അറിയാനും പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കാനും സാധിച്ചു. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അച്ഛന് എല്ലാ യാത്രാമംഗളങ്ങളും നേരുന്നു. താങ്ക് യു. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് ക്ലോസ് ചെയ്യാനുണ്ടോ? ഒരു മിനിറ്റ്. അല്ല, എൻ്റെ സണ്ണി പോസ്റ്റ് ആണല്ലേ.